മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാരും തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട. അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിലോ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിലോ അല്ലെങ്കിൽ അവരുടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ആഭ്യന്തര കാര്യങ്ങളിലോ കോൺഗ്രസ് ഇടപെടുന്നുണ്ടോ? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടുന്നത് എന്നാണ് മാത്യു കുഴൽനാടൻ ചോദിക്കുന്നത്. ആ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിനെതിരെ, അദ്ദേഹത്തിന്റെ ഫ്ലെക്സിന് നേരെ കരിയോയിൽ പ്രയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാപകമായിട്ട് പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അവസാനം കുഴൽനാടൻ തന്നെ ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ പല രീതിയിൽ കാണണം. കുഴൽനാടൻ താത്വികമായി പറഞ്ഞത് 100% ശരിയാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാഷ്ട്രീയ കക്ഷി ഇടപെടാൻ പാടില്ല എന്നത് തത്വമാണ്, അത് നാച്ചുറലുമാണ്. കാരണം ലീഗ് അത് പാലിക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് പ്രശ്നമുള്ളത്. ലീഗ് പാലിക്കുന്നതൊന്നല്ല. ഇവിടെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് പ്രശ്നം. ഒരു മുന്നണിയുടെ മര്യാദയുണ്ട്. മുന്നണി മര്യാദകൾ വളരെ കൃത്യമാണ്. എന്താ മുന്നണി മര്യാദ? ഇവരെല്ലാവരും കൂടി ജയിപ്പിച്ചിട്ടാണ്. ഇവര് കോൺഗ്രസ്സുകാർ ജയിച്ചതും ലീഗിന്റെ വോട്ട് കൊണ്ടാണ്, ലീഗ് ജയിച്ചതും കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ്, അല്ലെ? ഒരു മുന്നണിയിൽ സാധാരണഗതിക്കുള്ള ഒരു മര്യാദ, മുന്നണി നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ മുന്നണിക്കകത്തൊരു ധാരണ ഉണ്ടാവണം. കാരണം ഇവരും പിന്താങ്ങണമല്ലോ. അത് ഒരു ധാരണയാണ്. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച പാർട്ടി മുസ്ലിം ലീഗാണ്. ഞാൻ എപ്പോഴും പറയുന്നു, കോൺഗ്രസിന് പോലും ഇത്ര MLA-മാരെ കിട്ടിയതിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ അതികഠിനമായ അധ്വാനമുണ്ട്. മലപ്പുറം അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, ഡിസ്ട്രിക്റ്റ് അല്ല, ബാക്കിയുള്ള ഞാൻ പറയാം അതിന് കാര്യം പറയാം. ലീഗിന് കോൺഗ്രസിന്റെ വോട്ട് അത്ര കിട്ടിയിട്ടുണ്ടോ ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം ലീഗിന് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ ലീഗ് ജയിച്ചിട്ടില്ല. അപ്പൊ ഗുരുവായൂർ പോലെയുള്ള മണ്ഡലത്തിലൊക്കെ ലീഗ് തോറ്റിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് വേണ്ടത്ര ലീഗിന് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ജയിക്കാമായിരുന്നു. 1300 വോട്ടേ ഉള്ളൂ. ഗുരുവായൂർ ജയിക്കാമായിരുന്നു. ഞാൻ കോൺഗ്രസ് തോൽപ്പിച്ചു എന്നൊന്നും പറയില്ല. ടാർഗറ്റിലല്ല ഞാൻ പറയുന്നത്. ലീഗ് ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു. മുമ്പ് ജയിച്ചിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 2-3 തവണയായിട്ട് ജയിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ലീഗിന് അവർക്ക് 22 MLA-മാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ ഒരു ഇതുണ്ട്. അതുപോലെ ഇതുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, CMP ഉണ്ട്. അവരെ എന്തിനാണ് ഈ ഹൈക്കമാൻഡ് കാണാൻ വിളിച്ചത്? അവര് വെറുതെ വന്നതല്ലല്ലോ, ആണോ? അല്ല. അവരെ മുഖ്യമന്ത്രി ആരാവണമെന്ന് തീരുമാനിക്കുന്ന ചർച്ചയിൽ കോൺഗ്രസ് MLA-മാരെ കണ്ടതിന് ശേഷം ലീഗിന്റെ നിയമസഭാ കക്ഷി, കേരള കോൺഗ്രസിന്റെ, CMP-യുടെ, RSP-യുടെ, RMP-യുടെ എല്ലാവരും വിളിച്ചവര്. ഇതിനവര് വിളിച്ചെന്ന് അവർ വിളിക്കണ്ടല്ലോ. ഇത് വെറുതെ ഓടിക്കയറി ചെന്നല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ ആവശ്യമുണ്ടെന്ന് പറയാം. ഒരു മുന്നണി മര്യാദയാണ് അവരുടെ കൂടി അഭിപ്രായം എടുക്കുക എന്നത്. അതൊരു മുന്നണിയുടെ പ്രത്യേകതയാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായാലും അവര് ഇവരുടെ കൂടി നിയമസഭാ കക്ഷി നേതാവാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, അല്ലെ? പ്രതിപക്ഷ നേതാവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഇപ്പൊ ബിനോയ് വിശ്വം പറഞ്ഞല്ലോ, ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് തരുന്നത് CPM-ന്റെ വലിയേട്ടൻ മനോഭാവം മാറി കിട്ടി. ഉപനേതാവ് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. ഉപനേതാവിന് വല്ല വിലയുണ്ടോ എന്ന് ചോദിച്ചാൽ പണിയൊന്നുമില്ല, പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് തരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ്. അതിലൊരു തെറ്റുമില്ല. പിന്നെ മുന്നണി മര്യാദയിൽ അത് പറയാം. മാത്രമല്ല, ഇതിലിപ്പോ 4ാമത്തെ പ്രശ്നം ഒന്നുമല്ല. ഇനി ഒരു തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകും. 2 ഉപതെരഞ്ഞെടുപ്പുകൾ വരും. അതിൽ ഇവരൊക്കെ പണിയെടുക്കണ്ടേ? കുഴൽനാടൻ അടക്കം പിന്തുണക്കുന്നത് KC-ക്ക് വേണ്ടിയിട്ടാണ്. അല്ല, അതായിരിക്കില്ല. അത് കുഴൽനാടൻ ഇഷ്ടം. ഞാൻ പിന്നെ കുഴൽനാടൻ KC-ക്കോ RC-ക്കോ VD-ക്കോ അതൊന്നും എനിക്ക് വിഷയമല്ല. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരിടാൻ പോകുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല, മുസ്ലിം ലീഗിനും കൂടി ചേർന്നാണ്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും മുന്നണിയാണല്ലേ. ടീം UDF എന്നല്ലേ സതീശൻ എപ്പോഴും പറയുന്ന ഒരു വാചകം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടീം UDF എന്നാണ്. ടീം UDF എല്ലാ കക്ഷികളും അവരുടേതായ എല്ലാ എഫർട്ട് ഇട്ടിട്ടാണ് ഈ ജയം ഉണ്ടായത്. അത് കൂടുതലാവാം, കുറവാവാം, ശരിയാണ്. ഇനിയിപ്പോ അത് ആ അർത്ഥത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ തോറ്റാൽ ഇവർക്കൊക്കെ ബാധകല്ലേ? നാളെ ഇരിക്കൂർ മത്സരിക്കുമ്പോൾ ലീഗ് പറയണം, എന്നാ താൻ മത്സരിച്ചോ, ഞങ്ങൾ അത്രയൊക്കെ വരുന്നുള്ളൂ എന്ന് ലീഗ് പറഞ്ഞാൽ ഇരിക്കൂര് നാളെ മത്സരിക്കുന്ന KC വന്നും, ഞാൻ വാദത്തിന് വേണ്ടി പറയുന്നത്, KC വരുന്നു, KC ഇരിക്കൂർ മത്സരിക്കുന്നു. ലീഗ് ആത്മാർത്ഥമായി പണിയെടുക്കണ്ടേ? കേരള കോൺഗ്രസ് ആത്മാർത്ഥമായി പണിയെടുക്കണ്ടേ? അവർക്കുള്ള വോട്ട് അവർ ചെയ്യിക്കണ്ടേ? അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ ഇയാൾ ജയിപ്പിക്കേണ്ട കാര്യത്തിലും അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഒരു വാദം എന്തായിരുന്നു എന്നറിയും, ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം. ഞാൻ ആ വാദക്കാരനാ. അത് ജനങ്ങളുടെ ഇടയിൽ വലിയ മടുപ്പുണ്ടാക്കും. അതൊരു കോൺഗ്രസ്സുകാരനായിട്ടോ ലീഗുകാരനായിട്ടോ RMP-കാരനായിട്ടോ അല്ല, ഒരു രാഷ്ട്രീയമില്ലാത്ത ഒരു നിരീക്ഷണം നടത്തി ഞാൻ പറയുന്നു, ഉടനെ തന്നെ 2 തെരഞ്ഞെടുപ്പുകൾ വന്നാൽ ജനങ്ങൾക്ക് അതിൽ വെറുപ്പുണ്ട്.
അത് പറയാൻ ഇവർക്ക് ബാധ്യതയില്ലേ? ഇനി അഞ്ചാമത്തെ കാര്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ ലീഗിന്റെ ഇടപെടൽ ആദ്യമായിട്ടാണ്. ലീഗല്ല, ഈ ഘടകകക്ഷിയുടെ ഇടപെടൽ ലീഗ് തന്നെ ഇടപെട്ടിട്ടില്ലേ? 2001 ആന്റണി ആന്റണിയെ മാറ്റി ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരുമ്പോൾ ആന്റണിയുടെ ചില പ്രസ്താവനകളോട് ലീഗിന് വിരോധമുണ്ടായി. അതുകൊണ്ട് ലീഗിനോട് അഭിപ്രായം ചോദിച്ചു. അപ്പൊ ലീഗ് പറഞ്ഞു ആന്റണി വേണ്ട, ഉമ്മൻചാണ്ടി മതി എന്ന് പറഞ്ഞു. സ്വാഭാവികമല്ലേ? അന്ന് ചോദിച്ചിട്ടില്ലേ? അപ്പൊ കുഴൽനാടൻ താത്വികമായി ഒരു ശരി പറയുമ്പോഴും അത് രാഷ്ട്രീയമായ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ പറയും. ഇതൊരു രാഷ്ട്രീയമാണ്. പക്ഷെ അങ്ങനെ ആരും ലീഗിനെ വിമർശിക്കാറില്ല അല്ലെ? കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരും അല്ല, ലീഗിനെ വിമർശിക്കേണ്ട കാര്യം അതിലില്ല. ലീഗ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാലല്ലേ നിങ്ങൾ വിമർശിക്കണ്ടു? ലീഗ് പറഞ്ഞാലല്ലേ വിമർശിക്കണ്ടു? ലീഗ് അങ്ങനെ പറയുന്നില്ലല്ലോ. ലീഗ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അടക്കം എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന പാർട്ടിയാണെന്ന് കോൺഗ്രസിന് അറിയാം, ബാക്കിയുള്ള കക്ഷികൾക്ക് അറിയാം. അതിനെ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ ട്വിസ്റ്റ് ചെയ്ത് വെള്ളാപ്പള്ളി ട്വിസ്റ്റ് ചെയ്യുമ്പോ അതെന്തിനാ? അത് വെള്ളാപ്പള്ളി ലീഗിനല്ല എതിരാകുന്നത്, വെള്ളാപ്പള്ളി ഇസ്ലാമോഫോബിയ പറയണേ. അതിൽ കണ്ടോ, ലീഗ് കുഴൽനാടനെ പോലെ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയുടെ മേത്ത് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നു, അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ കരിയോയിൽ ഒഴിച്ചിരിക്കുന്നു. ഏത് അവസരവും ഇസ്ലാമോഫോബിയ പടർത്താൻ ശ്രമിക്കുന്ന ഒരു കക്ഷിയാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തിന് ഇവിടെ പുല്ലിന്റെ വില പോലും ഇല്ല. വെള്ളാപ്പള്ളി ലീഗിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും മലപ്പുറത്തിനെതിരെ ഇത്രയും പറഞ്ഞ് മിണ്ടാതിരുന്നതാണ് CPM-ന് പറ്റിയ ചതി എന്ന് ഇപ്പൊ രണ്ടുപേര് പറഞ്ഞു കഴിഞ്ഞു. എമാരിഫ് ആലുവ മത്സരിച്ച് എമാരിഫ് പരസ്യമായി പറഞ്ഞു, പ്രതിഭ പറഞ്ഞു കായംകുളത്ത് വെള്ളാപ്പള്ളിയാണ് എന്നെ തോൽപ്പിച്ചത്. ഞാൻ പറഞ്ഞത് പാർട്ടിക്കകത്ത് ഒരുപാട് പേര് അഭിപ്രായമുണ്ട്. വെള്ളാപ്പള്ളി പറയുന്ന അഭിപ്രായം CPM എൻഡോഴ്സ് ചെയ്യുന്ന പോലെയാണ് കണ്ടത്. അവരെ കാറി കയറ്റുന്നു, അതിനെതിരായിട്ടൊന്നും പറയുന്നില്ല. അത് എൻഡോഴ്സ് ചെയ്യുന്ന തരത്തിൽ സജി ചെറിയാനും മറ്റുള്ളവരും പറയുന്നു. ഇത് തോൽവിക്ക് കാരണമായി എന്ന് പാർട്ടിയുടെ അകത്ത് തന്നെ വിലയിരുത്തലുണ്ട്. വെള്ളാപ്പള്ളിയെ പോലെ ഒരുത്തിന് തോന്നിയമാതിരി പറയാം. ഒരു വശത്ത് പിണറായി ജയിക്കുമെന്ന് പറയാം, മറുവശത്ത് മുസ്ലിങ്ങൾ കുഴപ്പമെന്ന് പറയാം. രണ്ടും പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? CPM തയ്യാറായില്ല. ഇപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരും തയ്യാറായില്ല. കോൺഗ്രസ് നേതാക്കന്മാർക്ക് നേരെ വന്നിട്ടില്ലല്ലോ. അവർ വന്നോട്ടെ. അവരെ ഇപ്പൊ ലീഗ് പറഞ്ഞൊരു നിലപാട് എന്താ? ഞങ്ങൾ അതിന് മറുപടി പറയുന്നില്ല. വെള്ളാപ്പള്ളിക്ക് ഞങ്ങൾ മറുപടി പറയണ്ട. മറുപടി തെരഞ്ഞെടുപ്പ് കിട്ടി. അവർ തെരഞ്ഞെടുപ്പിലെ മറുപടി കൊടുത്തേ, ജനം കൊടുത്തത് അവരല്ല, ജനം കൊടുത്തത്. ഇപ്പൊ 1% പോലും ഇല്ല ക്രിസ്ത്യാനികളില്ലാത്ത തവനൂര് VS ജോയിയെ പോലെ ഒരാളെ നിർത്തി ജയിപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹം സന്ദർശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസാണെന്നാണ് ഒരു ആക്ഷേപം. ജമാഅത്ത് ഇസ്ലാമി അല്ല, അവരെ പിന്തുണച്ച് എല്ലാവരുടെ അടുത്തും പോകും. വെൽഫെയർ പാർട്ടി പരസ്യമായി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചല്ലേ. ഇവരെ ജയിക്കാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ ഇവരെ SDPI ഓഫീസിൽ പോയില്ലേ? SDPIയുടെ വോട്ട് മതി എന്ന് പറഞ്ഞവരല്ലേ. ഞാൻ പറഞ്ഞ അതല്ല, ഞങ്ങളെ പിന്തുണച്ച ആളുകളുടെ അടുത്ത് പോവുക എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിലെ മര്യാദയാണ്. ഒരു ജയിച്ച ആളുടെ അദ്ദേഹം പാണക്കാട് പോയല്ലോ. പാണക്കാടാണ് ആദ്യം പോയത്. പാണക്കാട് തങ്ങൾ മാത്രമല്ല, പാണക്കാട് തങ്ങൾ പറഞ്ഞു ഇദ്ദേഹം ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയാണ്. 28ാമത്തെ സ്ഥാനാർത്ഥിയാണ്. 20 ലീഗ് സ്ഥാനാർത്ഥികൾ, 27 ലീഗ് സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ 28ാമത്തെ സ്ഥാനാർത്ഥിയാണ് VS ജോയ്. കാരണം എന്താ? അവിടെ അവർക്ക് തെളിയിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിമായ ജലീൽ എന്ന് പറയുന്ന വലിയ സ്വാധീനമുള്ള 3-4 തവണ MLA ആയ ഒരാളെ നിൽക്കണേ, തോൽപ്പിച്ച MLA നിൽക്കണേ. അയാളെ തോൽപ്പിക്കേണ്ടത് രാഷ്ട്രീയമായി. അയാളെ രാഷ്ട്രീയമായി തോൽപ്പിക്കണം എന്ന് തന്നെയാണ് ലീഗ് പറഞ്ഞത്. അല്ല മതപരമായി തോൽപ്പിക്കണം എന്നല്ല. മതപരമായി തോൽപ്പിക്കാൻ പറ്റുള്ളൂ, കാരണം കഴിയില്ല. അയാൾ രാഷ്ട്രീയമായി തോൽപ്പിക്കുക. തിരുവമ്പാടി, ഞാൻ പറഞ്ഞ പല മണ്ഡലങ്ങളിലും ഉണ്ട്. തിരുവമ്പാടിയിൽ വളരെ ക്ലിയർ ആയത്, തൃക്കരിപ്പൂര്, ഇതൊക്കെ നമ്മൾ വളരെ ക്ലിയറായി കാണുന്ന ചില സൂചനകളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മുന്നണി മര്യാദ രാഷ്ട്രീയത്തിൽ മുന്നണി ഒന്നിച്ചു പോകുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായം കൂടെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ശരി. കുഴൽനാടിന്റെ ഫ്ലക്സിൽ കരിയോയിലടിക്കുന്നൊക്കെ വേറെ കാര്യം. കുഴൽനാടിനോട് സംവാദം നടത്താം. ഈ സംവാദം കുഴൽനാടിനോട് നടത്താം. എനിക്ക് വലിയ ബഹുമാനമുള്ള ആളാണ് കുഴൽനാട്, വലിയ ബഹുമാനം അദ്ദേഹത്തോട്. അദ്ദേഹത്തിന്റെ പല നിലപാടുകളെയും ഞാൻ എൻഡോഴ്സ് ചെയ്യുന്ന ആളാണ്. കോൺഗ്രസ് പോലും അദ്ദേഹത്തിന്റെ പല നിലപാടുകൾക്കും വേണ്ടതിന് എൻഡോഴ്സ്മെന്റ് കൊടുത്തില്ല എന്ന് വിചാരിക്കുന്ന. ആ അർത്ഥത്തിൽ കുഴൽനാടിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, മുന്നണി മര്യാദ ഒരു ടീമാണ്. ഒരു ടീമിൽ ഗോൾ കീപ്പറും ഫോർവേഡും ഏതാ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഒരാള് ഗോൾ കീപ്പറുള്ളൂ അല്ലെ, ഫോർവേഡ് 4 ഫോർവേഡ് ഉണ്ടാവും. ഫോർവേഡാണ് ഗോൾ കീപ്പറേക്കാൾ പ്രധാനം. ഗോൾ കീപ്പർ മിണ്ടരുത് കളിയെ പറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഗോൾ കീപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റോളാണ് അല്ലെ. ഫോർവേഡും അതെ, ഫോർവേഡിലേക്ക് ഗോൾ അടിക്കാൻ പറ്റില്ല. ഗോൾ കീപ്പർ ഇല്ലെങ്കിൽ ഗോൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ എന്ത് ചെയ്യാൻ, എത്ര ഗോൾ അടിച്ചിട്ടും ജയിക്കൂല. ഞാൻ പറഞ്ഞത് ടീം ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് തന്നെയാണ്. ആ മുന്നണി ടീം വർക്കാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു കുഴൽനാടൻ അത്രയായി വരുന്നുള്ളൂ.
അതിനായി വരുന്നുള്ളൂ. കൂടുതൽ അത് പഠിച്ചോളും തന്നെ ഞാൻ വരികയാണ്. എനിക്ക് തോന്നുന്നു അതിനുശേഷം അദ്ദേഹം തന്നെ നിലപാടിൽ ഒരു മയപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മയപ്പെടുത്തൽ നടത്തേണ്ടി വരും. കാരണം അത് സ്വാഭാവികമായിട്ട് നടത്തേണ്ടി വരുമല്ലോ, അല്ലാതെ മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. ലീഗിന് അത് വലിയ ക്ഷീണമാണ്. അതുകൊണ്ട് മാത്രമല്ല ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. കാരണം അറിയാം, നമുക്ക് 5-ാം മന്ത്രി പോലുള്ള വിവാദ വിഷയങ്ങൾ ഒരുപാട് ഈ ഒരു മുന്നണിയെ തകർത്തതാണ്. പ്രിയങ്ക വയനാട്ടില് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും വിജയിക്കുന്നത് പോലും മുസ്ലിം ലീഗിന്റെ അല്ല, അത് മുന്നണിയാണ്. ഞാൻ പറഞ്ഞ മുസ്ലിം ലീഗ് വോട്ട് അവർക്ക് ഒരു തർക്കമില്ല. പക്ഷേ അത് വർഗീയവാദികളുടെ വോട്ടാണെന്ന് പറഞ്ഞ് വിജയരാഘവൻ ഇപ്പുറം നിൽക്കണ്ടെന്ന് ആലോചിക്കണം. മനസ്സിലായോ? വയനാട് ജയിക്കുന്ന വർഗീയവാദികളുടെ വോട്ടാണെന്ന് പറഞ്ഞ വിജയരാഘവൻ ഇവിടെ നിൽക്കുന്നുണ്ട് CPM-ല്. അത് നിർത്തിക്കൊണ്ട് അതേ സ്വഭാവം കൊഴുനാടിന് വരാൻ പാടില്ലല്ലോ. അത് കൊഴുനാടിന് വരാൻ പാടില്ലല്ലോ. കൊഴുനാടൻ തിരിച്ചു ചിന്തിക്കണ്ടേ? അപ്പൊ തീർച്ചയായിട്ടും കൊഴുനാടൻ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യത്തിൽ. അദ്ദേഹം അറിവുള്ള ഒരാളാണ്. നല്ല പക്വത കൂടി, കുറച്ചുകൂടി പക്വത വേണ്ടി വരുമെന്ന് എന്റെ ഒരു അനിയൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റെ അഭിപ്രായം പറയാം.